എന്തിനാണ് ഇങ്ങനെയൊരു കൊലപാതകം അർഫാൻ എന്ന 23-കാരൻ നടത്തിയത് എന്നത് സംബന്ധിച്ച് ഇനിയും അതിൻ്റെ ദുരൂഹത ചുരുളഴിയുന്നില്ല. എന്താണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാങ്ങോടും വെഞ്ഞാറമൂടും സ്റ്റേഷനിലായിട്ട്. ആ കേസുകളിലെ പ്രതി പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്ത പ്രകാരം പ്രതി നമ്മൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതിയെ കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്യും. ഹോസ്പിറ്റലായതുകൊണ്ട് ഡോക്ടേഴ്സിനും കൂടി കൺസൾട്ട് ചെയ്തായിരിക്കും ബാക്കി കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇതുവരെ നമ്മൾ മനസ്സിലായിട്ടുള്ള സംഭവം അനുസരിച്ച് അങ്ങനെ പ്രത്യേക കാരണം എന്താണെന്നുള്ള വെളിവായിട്ടില്ല. പക്ഷെ എങ്കിലും കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളുള്ളതായിട്ട് നിലനിൽക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഈ പ്രതി ആ സംഭവം പ്രതിയിലേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ടെന്നോ മറ്റു കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ. ശ്രീ സുദർശൻ സാർ, ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അർഫാന് ആത്മഹത്യ സ്വയം മരിച്ചാൽ മാത്രം മതി. ഈ ഒരു 25 കിലോമീറ്ററിനകത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളെ തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിലൊരു ക്രൂരമായ കൂട്ടക്കൊലപാതക പരമ്പര തന്നെ നടത്തി ഇങ്ങനെയൊരു ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന മൊഴി നൽകി. ഇതിന് പിന്നിൽ ഈ അർഫാൻ മാത്രമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ആ വഴിക്ക് ചിന്തകൾ എന്തെങ്കിലും നീങ്ങുന്നുണ്ടോ? അല്ല, ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രതിയുടെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ആക്ച്വലി എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ പ്രതിയിൽ നിന്നും കിട്ടിയ ചില ഇൻഫർമേഷൻസും ലോക്കൽ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് എത്രമാത്രം വാസ്തവമാണെന്നുള്ളത് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി. ട്രിവാൻഡ്രം റൂറൽ SP സുദർശനാണ് അമൃത വാർത്തകളോടൊപ്പം ചേരുന്നത്.